പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു. എന്താണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നറിയില്ല. പല കേസുകളും ഇ ഡി അദ്ദേഹത്തിന്റെ മകളുടെ പേരിലൊക്കെ എടുക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല ഇ ഡിയിൽ കുറെ പരാതികളൊക്കെ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഈ 10 കൊല്ലക്കാലവും ഇ ഡി ഒരിക്കലും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷേ ഇ ഡി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ഇ ഡി കാത്തിരുന്നാണോ എന്നറിയില്ല. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇ ഡി കയറി ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. CMRLുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇ ഡിയുടെ റെയ്ഡെന്നാണ് നമുക്ക് സൂചന. കോടതിയൊക്കെ തന്നെ അന്വേഷണം തുടരാൻ അനുവദിച്ച സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ബേക്കറി ജംഗ്ഷനിലെ പുതിയ വസതിയിലാണ് ഇപ്പോൾ റെയ്ഡാണോ സെർച്ചാണോ എന്നറിയില്ല. CMRL ഓഫീസിലും അതുപോലെ വീണ വിജയന്റെ വീട്ടിലും ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തുന്നുവെന്ന വാർത്ത കൂടി വരുന്നപ്പോൾ വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, ഏതൊക്കെ ഓഫീസുകളിലാണ് റെയ്ഡാണോ, ഇതൊരു സെർച്ചാണോ, പരിശോധനയാണോ, എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? ഇതൊരു റെയ്ഡാണ് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. CMRL മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. 12 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നത്. അതായത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് ഈ CMRL മാസപ്പടി, എക്സാലോജിക്ക് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരാം എന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. അതിന് പിന്നാലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ വിജയന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ CMRLന്റെ 12 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. CMRLന്റെ ഓഫീസിലും അതിന് ഉപരിയായി മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ ഉണ്ടോ എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ പേരുകൾ ഈ ഇല്ലീഗലായി മണി നൽകി എന്നുള്ള കാര്യം ഇന്നലത്തെ ഉത്തരവിലടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കൂടി പരിശോധന ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇതെന്തായാലും ഒരു റെയ്ഡ് തന്നെ, ഒരു സെർച്ച് തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ SFIO കണ്ടെത്തിയ ചില വിവരങ്ങളുണ്ട്. ഈ എക്സാലോജിക്ക് ഒരു നിമിഷം, അപ്പോൾ ഈ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് അടുത്ത ദിവസമാണ് പ്രതിപക്ഷ നേതാവ് താമസം മാറ്റിയത്. ആ വീട്ടിലാണ് ഇപ്പോൾ ഇ ഡി എത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് അജ്മൽ ദിറാർ കൂടി നമുക്ക് ഒപ്പിച്ചിരുന്നു. അജ്മൽ, ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ ഇ ഡി എപ്പോഴാണ് എത്തിയത്? സെർച്ചിന്റെ ഭാഗമാണോ, റെയ്ഡാണോ, എന്താണ് പറഞ്ഞു കേൾക്കുന്നത്? കാരണം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള 12 സ്ഥലങ്ങളിൽ നടത്തുന്ന പരിശോധന തീർച്ചയായിട്ടും റെയ്ഡിന്റെ സ്വഭാവം ഉള്ളതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ SKN. ഈ CMRൽ നിന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 1.25 കോടി രൂപ കൈപ്പറ്റി, മാസപ്പടി കൈപ്പറ്റി എന്നുള്ള കേസിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന തുടരുന്നുണ്ട്. വീടിന്റെ പുറംവശത്ത് തന്നെ ഇപ്പോൾ സുരക്ഷാ ജീവനക്കാരെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെ കൂടാതെ അകത്ത് ഇപ്പോൾ നിലവിൽ പരിശോധന തുടരുകയാണ്. രാവിലെ ഇവിടെ എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പരിശോധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസപ്പടി കേസിൽ ഇപ്പോൾ 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടക്കുക. അതിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡ് തുടരുന്നത്. ഈ CMRL വിഷയത്തിൽ വീണ വിജയന്റെ എതിരെ നേരത്തെ തന്നെ ഒരുപാട് ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് UDF പ്രതിപക്ഷത്തിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വീണ വിജയനെതിരെ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ എക്സാലോജിക് എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനി 1.25 കോടി രൂപ ഈ CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും മാസപ്പടിയായി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെ എന്തിനാണ് ഈ മാസപ്പടി കൈപ്പറ്റിയത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോണിൽ ചേർന്നു. ഷഫീദ്, ശരിക്കും ഓർക്കാപ്പുറത്തുള്ള ഒരു ഇ ഡി റെയ്ഡാണിത്. 12 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇ ഡി പരിശോധന നടക്കുമെന്നാണ് അറിയുന്നത്. CMRL പ്രശ്നം മാത്രമാണോ ഇ ഡിയെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്? അതിനാടകീയമാണ് നീക്കങ്ങൾ. കാരണം നേരത്തെ ഈ ഇടത് സർക്കാർ ഭരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ ഉന്നയിക്കുകയും പിന്നീട് ഇ ഡി അടക്കം ഇക്കാര്യത്തിൽ വട്ടമിട്ട് പറക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു ഈ മാസപ്പടി വിവാദം. അതുമായി ബന്ധപ്പെട്ട CMRലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ 6:15 കൂടിയാണ് ബേക്കറി ജംഗ്ഷനിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക്, വീണ വിജയൻ അടക്കം താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഇ ഡി സംഘം എത്തിയത്. നേരത്തെ ക്ലിഫ് ഹൗസിലേക്കടക്കം ഈ സംഘം
പരിശോധനയ്ക്ക് എത്തുമോ എന്നുള്ള ആശങ്ക അത് ഇടത് കേന്ദ്രങ്ങളിലും അതേപോലെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അധികാരമൊഴിഞ്ഞ UDF സർക്കാർ അധികാരമേറ്റു. അതിന് പിന്നാലെ വാടക വീട്ടിലേക്ക് മാറിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡയറി അടക്കം CMR ഡയറി അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമായതാണ്. മാത്രവുമല്ല ഈ പണം വാങ്ങി എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ, ചില രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED സംഘം ശേഖരിച്ചുവെന്ന് ED വൃത്തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസിനെ പോലും അറിയിക്കാതെ ED ഒരു റെയ്ഡ് ഇപ്പോൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ വിവരങ്ങൾ പരിശോധിക്കും, മാത്രമല്ല വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്സുകളുടെ വിവരങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇക്കാര്യത്തിലെ വിവരങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും എന്നുള്ളതാണ് ED വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും 1 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ഈ റെയ്ഡ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. SKN. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.